നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും, അതായത് ഹോൺ വർക്ക് ചെയ്യുന്നുണ്ട്, ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്, സ്റ്റീരിയോ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ വാഹനം സ്റ്റാർട്ട് ആകുന്നില്ല. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? ഇങ്ങനൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരിക്കുന്നത് ഷാനിയ പി ആണ് ചോദിച്ചത്. 2586 ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ഓൾട്ടോ LXi ഏത് വർഷമാണെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ, അതും കൂടെ ഒന്ന് ആഡ് ചെയ്യുമെങ്കിൽ നല്ലതായിരുന്നു. ലൈറ്റ്, ഹോൺ എല്ലാം വർക്ക് ചെയ്യുന്നു, ബട്ട് സ്റ്റാർട്ട് ആകുന്നില്ല. നല്ലൊരു ക്വസ്റ്റ്യനാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു വർക്ക്ഷോപ്പ് ഫീൽഡിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഈ ഒരു കംപ്ലയിൻറ്റ് കേൾക്കുമ്പോൾ ആദ്യം തന്നെ അവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ബാറ്ററി പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും ഒരു സാധാരണ കസ്റ്റമറുടെ കണ്ണിൽ കൂടെ നമ്മൾ നോക്കുമ്പോൾ, അല്ലെങ്കിൽ സാധാരണ കസ്റ്റമർ ചിന്തിക്കുന്നത് എന്താണ്? ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്, അതായത് ഹെഡ് ലൈറ്റ് ഇട്ടപ്പോൾ വർക്ക് ചെയ്തു, പാർക്ക് ലൈറ്റ് വർക്ക് ചെയ്തു, ബ്രേക്ക് ലൈറ്റ് എല്ലാം വർക്ക് ചെയ്തു, ഹോൺ അടിച്ച് നോക്കുമ്പോൾ ഹോൺ വർക്ക് ചെയ്യുന്നുണ്ട്, സ്റ്റീരിയോ വർക്ക് ചെയ്യുന്നുണ്ട്, ഇതെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ എന്ത് കണ്ടിട്ടാണ് ഇവർ ഈ ബാറ്ററി പോയെന്ന് പറയുന്നത് എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് നമ്മുടെ വാഹനത്തിൻ്റെ സാധാരണ ലൈറ്റ്, സ്റ്റീരിയോ, ഹോണ് കാര്യങ്ങൾക്കെല്ലാം ചെറിയൊരു കറണ്ട് മാത്രം മതി. അതായത് 12 വോൾട്ടും ചെറിയൊരു കറണ്ട് ഉണ്ടെങ്കിൽ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യും. പക്ഷേ വാഹനത്തിൻ്റെ സ്റ്റാർട്ടർ മോട്ടോർ വർക്ക് ചെയ്യാൻ വേണ്ടി ചെറിയൊരു കറണ്ട് പോരാ. അതിന് ശരിക്കും നമ്മുടെ എഞ്ചിനെ ഫുള്ള് കറക്കാൻ വേണ്ടിയിട്ട് നല്ല ലോഡ് ആവശ്യമാണ് വരുന്നത്. ഈ ഒരു ലോഡ് കൃത്യമായിട്ട് കിട്ടിയില്ലെങ്കിൽ സ്റ്റാർട്ടർ മോട്ടോർ വർക്ക് ചെയ്യത്തില്ല. പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്, വാഹനത്തിൻ്റെ ബാറ്ററി ഡൗൺ ആണെന്നുള്ള ഒരു എന്ന് പറഞ്ഞൊരു പല്ല് തമ്മിൽ കൂട്ടി ഒരേന്നൊരു ടൈപ്പ് ഒരു ഒച്ച നമുക്ക് കേൾക്കാൻ സാധിക്കും. അതല്ലാതെ വാഹനം ഒരു കാരണവശാലും സ്റ്റാർട്ടാകത്തില്ല. ഇനി നിങ്ങൾക്ക് ഈ പറഞ്ഞൊരു കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ വാഹനത്തിൻ്റെ ബാറ്ററി ഡൗൺ ആണോ ഇല്ലയോ എന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ: ഹെഡ് ലൈറ്റ് ഓൺ ആക്കി ഇടുക. എന്നിട്ട് വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ക്രാങ്ക് ചെയ്യുക, അതിലേക്ക് തിരിക്കുന്ന സമയത്ത് ഹെഡ് ലൈറ്റ് ഡിമ്മായി പോകുന്നു, അതായത് മങ്ങുന്ന നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. പക്ഷേ എല്ലാ വാഹനത്തിലും ഇത് പ്രാക്ടിക്കലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർഡ് ഫിഗോയുടെ വാഹനത്തിലൊന്നും ചിലപ്പോൾ ഇത് പ്രാക്ടിക്കലായിരിക്കത്തില്ല. കാരണം ചില വാഹനങ്ങളിൽ നമുക്ക് ലൈറ്റ് ഇട്ട് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ആ വാഹനങ്ങൾ ഒഴികെ ബാക്കിയുള്ള വാഹനങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു കാര്യം പരീക്ഷ നോക്കാൻ സാധിക്കുന്നതാണ്. ഒരു 90% വാഹനം സ്റ്റാർട്ട് ആകാതെ വരുന്നത് ബാറ്ററിയുടെ പ്രശ്നം കൊണ്ട് തന്നെയാണ്. അത് കണ്ടുപിടിക്കാനുള്ളൊരു സിമ്പിൾ വേ ആണ് ഞാൻ ഈ പറഞ്ഞു തന്നെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു കാര്യം, ബാറ്ററി ഓക്കെയാണ്, ലൈറ്റ് ഇങ്ങനെ ഇട്ട് നോക്കി ക്രാങ്ക് ചെയ്യാൻ നോക്കിയിട്ട് ക്രാങ്ക് ആകുന്നില്ല, ലൈറ്റിനും മങ്ങലൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അത് സ്റ്റാർട്ടർ മോട്ടോറോ അല്ലെങ്കിൽ ഫ്യൂസ് പോയിട്ടാണെങ്കിലും ഈ സെയിം ഇഷ്യൂ കാണിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ഒരു ഭാഗം നമുക്ക് സെക്കൻഡറി ആയിട്ട് തന്നെ വെച്ചിട്ട് പ്രൈമറി ആയിട്ട് നോക്കേണ്ട കാര്യം ബാറ്ററി തന്നെയാണ്. ബാറ്ററിക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല, വേറെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അന്നേരം നിങ്ങൾ ഓൺ റോഡ് അസിസ്റ്റൻസിനെ വിളിക്കുക. നിങ്ങൾ യൂസ് ചെയ്യുന്ന വാഹനം ഏതാണോ ആ വാഹനത്തിൻ്റെ ഓൺ റോഡ് അസിസ്റ്റൻസിനെ വിളിക്കുക, അവരോട് വരാൻ പറയുക, വന്ന് ചെക്ക് ചെയ്ത് നോക്കി കൺഫേം ചെയ്യാൻ വേണ്ടി പറയുക. അല്ലാതെ ബാക്കി പരിപാടി നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. ഈ ഒരു കാര്യം മാത്രം നോക്കുക. ഇൻ കേസ് ബാറ്ററി ഡൗൺ ആണെങ്കിൽ അവരെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വേറെ സ്പെയർ ബാറ്ററി ആയിട്ട് വന്ന് ജംപ് സ്റ്റാർട്ടിങ് ചെയ്ത് തന്ന് നിങ്ങളുടെ വാഹനത്തിൻ്റെ ബാറ്ററി ചാർജ് ചെയ്ത് തരുന്നതായിരിക്കും.